പാലായിലെ പ്രധാന ജംഗ്ഷനുകളിൽ ഒന്നായ സിവിൽ സ്റ്റേഷൻ ജംഗ്ഷനിൽ ദിശാ ബോർഡ് ഇല്ലാത്തത് വാഹനയാത്രികർക്ക് ദുരിതമാകുന്നു. ദൂരസ്ഥലങ്ങളിൽ നിന്നെത്തുന്ന വാഹന ഡ്രൈവർമാർ തിരിഞ്ഞു പോകേണ്ട വഴി ഏതാണെന്നറിയാതെ ബുദ്ധിമുട്ടുകയാണ്. കോട്ടയം റൂട്ടിൽ നിന്നും അരുണാപുരം ബൈപ്പാസ് വഴി പുത്തംപള്ളിക്കുന്ന് ഇറക്കമിറങ്ങി വരുന്ന വാഹനങ്ങൾ തൊടുപുഴ, ഉഴവൂർ, രാമപുരം തുടങ്ങിയ ഭാഗത്തു നിന്നും പാലാ നഗരത്തിൽ നിന്നും എത്തുന്ന വാഹനങ്ങളും ഇവിടെ എത്തിയാണ് തിരിഞ്ഞു പോകുന്നത്. രാത്രിയിൽ എത്തുന്നവർക്ക് ഇവിടെ വഴി ചോദിക്കാനും നിവർത്തിയില്ല. മുൻപുണ്ടായിരുന്ന ദിശാ ബോർഡ് വലിയ വാഹനമിടിച്ച് നഷ്ടപ്പെടുത്തി. ദിശാ ബോർഡ് നഷ്ടപ്പെട്ടിട്ട് 2 മാസമായി. ഇതുവരെ അധികൃതർ ഇവിടെ ബോർഡ് വെക്കാൻ നടപടിയെടുത്തിട്ടില്ല. പാലാ നഗരത്തിലെ പ്രധാനപ്പെട്ട ജംഗ്ഷനായ ഇവിടെ റൗണ്ടാനയും ദിശാ ബോർഡും സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് പാലാ പൗരാവകാശ സമിതി 1.5 വർഷം മുമ്പ് പരാതി നൽകിയിരുന്നു. അടിയന്തരമായി ദിശാ ബോർഡ് നിർമ്മിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് പൗരാവകാശ സമിതി പ്രസിഡന്റ് ജോയ് കളരിക്കൻ ആവശ്യപ്പെട്ടു. പാലാ സിവിൽ സ്റ്റേഷനോടെ വളരെയേറെ തിരക്കേറിയ പ്രദേശം. അത് 4 കോടി ജംഗ്ഷനാണ്. ഈ 4 കോടി ജംഗ്ഷനിൽ ഒരു ദിശാ ബോർഡ് ഇല്ലാത്തതുകൊണ്ട് ഇവിടെ രാത്രി സമയങ്ങളിൽ എത്തുന്ന ഡ്രൈവർമാർ ദൂരദേശങ്ങളിൽ നിന്നും ഈ പാലാപ്പറ്റി അറിയാമല്ലാതെ എത്തുന്ന ആളുകൾക്ക് എങ്ങോട്ട് വഴി തിരിയണമെന്നുള്ള അറിയാമല്ലാതെ കുഴങ്ങുന്ന അവസ്ഥ. രാത്രി മഴയുള്ള സമയത്തൊക്കെയാണെങ്കിൽ ഒരാളിനോട് ഒരു വഴി ചോദിക്കാൻ പോലും ഇവിടെ ഒരാളും മനുഷ്യരില്ല. അങ്ങനെയുള്ളത് ഈ ദിശാ ബോർഡില്ലാതെ ഏറ്റവും ദുരിതം അനുഭവിക്കുന്ന ഡ്രൈവർമാർ അവരുടെ അവസ്ഥ. 2 മാസം മുമ്പ് വരെ ഇവിടെ ഒരെണ്ണം ഉണ്ടായിരുന്നു. ഒരു വണ്ടി ഇടിച്ച് പോയതാണ്. വണ്ടി ഇടിച്ച് പോയിട്ട് നാളെ ഇതുവരെ ജനങ്ങളുടെ ഈ ആവശ്യങ്ങൾ മനസ്സിലാക്കി ഒരു ദിശാ ബോർഡ് സ്ഥാപിക്കാനും വേണ്ടപ്പെട്ട അധികാരികൾ തയ്യാറായിട്ടില്ല. ദിശാ ബോർഡ് സ്ഥാപിക്കുന്നത് ഞങ്ങളിത് കഴിഞ്ഞ പാലാ പൗരസമിതി സമിതി കഴിഞ്ഞ 2 വർഷം മുമ്പ് ഇവിടെ ദിശാ ബോർഡ് സ്ഥാപിക്കുകയും അതുപോലെ സിഗ്നൽ ലൈറ്റ് റൗണ്ടാനും പിടിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പരാതി PWD അധികാരികൾ നൽകിയിരുന്നതാണ്. പലതവണ ഇവിടെ താലൂക്ക് സഭയിൽ ഉന്നയിച്ചാണ്. പക്ഷേ ജനങ്ങൾക്ക് ഇവിടെ ഒരു ദാരുണ്യമായ സംഭവം ഉണ്ടാക്കി മാത്രമേ ഉണർന്നു പ്രവർത്തിക്കുന്ന ഒരു ഉദ്യോഗസ്ഥ നിലപാടാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. i4 ന്യൂസ് പാലാ.